വെൽക്കം ടു മല്ലു ട്യൂബ് ലൈറ്റ്സ്. മല്ലു ട്യൂബ് ലൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാടായിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല വീഡിയോസ് അല്ലേ. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഫൈനലി ഇന്നൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് തിരക്കുകളായിരുന്നു. നിങ്ങൾ ബിറ്റ്വീൻ വിചാരിക്കാൻ കൈക്കെന്താ പറ്റുന്നു, അതൊന്ന് മരത്തിൽ ആടിയതാണ് ഗൈസ്. മരത്തിൽ ഒരു കയറുമ്പ പിടിച്ചാടിയതാണ്. അങ്ങനെ മൗലിനെ പോലെ ആടിയപ്പം കിട്ടിയതാണ്. ഫൈൻ, ഓക്കെ. സോ നമ്മുടെ വീഡിയോ ഇതാണ്. വീട് പരിസരം, വീട്ടിലെ സംഭവങ്ങൾ ലൈക്ക് പച്ചക്കറിത്തോട്ടം കുഞ്ഞു പച്ചക്കറിത്തോട്ടമാണ് കേട്ടോ. കുഞ്ഞു പച്ചക്കറിത്തോട്ടം, വീട്ടില് നമ്മുടെ പരിസരത്തുള്ള കുഞ്ഞു മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ മക്കളെ, ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് എന്റെ വളപ്പിലാണ്, വീട്ടുവളപ്പിലാണ്. വീട്ടുവളപ്പില് ഇവിടെ എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം പാഷൻ ഫ്രൂട്ടിന്റെ വള്ളികൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാവണം അത്ര. പിന്നെ എന്റെ ഈ സൈഡില് ബിലിമ്പി മരമാണ്. ബിലിമ്പി മരത്തിന്റെ ഒക്കെ വീട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ബിലിമ്പി പറിച്ച് കാണിച്ചു തരാം. നിങ്ങൾ ഈ ബിലിമ്പിക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. വീട്ടിൽ നിന്ന് തന്നെ ഇന്ന് കറി ഉണ്ടാക്കാനുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അമ്മ പറിച്ച് വന്നേക്കാണ്. വെണ്ടയ്ക്കും ഉണ്ട്, പൊട്ടിക്കുണ്ട്. പൊട്ടിക്കൊക്കെ നിങ്ങൾ എന്താ പറയുക, പീച്ചിങ്ങയോ എന്താ പറയുക? യെസ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചാണ്. ഇനിയും ഉണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ്. നമ്മൾ മുന്നേ പറിച്ചിട്ടുണ്ട്. യെസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വൻ പുളിമരം ഇവിടെ ഉണ്ട്. പുളിസാറിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് കുറേ പുളി ഇവിടെ സെറ്റാണ്. വീട്ടിലേക്ക് വേണ്ട പുളിയൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ പപ്പായ മരം നിങ്ങൾക്ക് കാണാം. കുഞ്ഞു പപ്പായ തൈകളുണ്ട്. ഇപ്പോഴത്തെ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ബിലിമ്പിക്ക മരം, പുളി ഞാൻ കാണിച്ചു തന്നല്ലേ. ഇനി ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കറിവേപ്പില, കറി ലീവ്സ്. നിങ്ങൾക്കറിയാം പുറത്തുനിന്നുള്ളതൊക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കറിവേപ്പിലയൊക്കെ സെറ്റാണ്. ആൻഡ് ഇതിന് മുള്ളൻ ചക്ക എന്ന് പറയും കേട്ടോ. ഈ മരത്തിന് നമ്മൾ മുള്ളൻ ചക്ക എന്ന് പറയും. ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരാണ്. ഇതിന് നിങ്ങളെന്താ പറയാന്നറിയില്ല. മുള്ളൻ ചക്ക എന്നാണ് നമ്മൾ പറയുക. മുള്ളൻ ചക്ക ഈ ചിക്കൻ കറിയൊക്കെ പോലെ വെച്ച് നല്ല ടേസ്റ്റാണ്. ഓക്കെ. ആൻഡ് നമ്മുടെ പേരമരം ഇപ്പം നിലവിൽ പേരക്കൊന്നും ഉണ്ടായിട്ടില്ല. പേരമരം, പേരക്ക. ഓക്കെ. ഇവിടെ മൊത്തം എന്താ പറയുക, ഇതാണ് നമ്മുടെ ഉറുമാമ്പഴം എന്ന് പറയില്ലേ. ഉറുമാമ്പഴത്തിന് എന്താ പറയുക, നിങ്ങൾ തൃശ്ശൂരുകാരൊക്കെ മാതിരി നാരങ്ങാനൊക്കെ പറയുന്നതാണ്. പൊമോഗ്രാനൈറ്റ്. ഓക്കെ. അതിൻ്റെ ചെടിയാണ്, അതിൻ്റെ പ്ലാന്റാണ്. ഇവിടെ അച്ഛൻ എന്തോ ഒന്ന് സംഭവം സെറ്റാക്കുന്നുണ്ട്. എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. അച്ഛനോട് തന്നെ ചോദിക്കേണ്ടി വരും. പിന്നെ അച്ഛൻ ഇവിടെ എന്നാ അതിനെ ആക്കാൻ പോന്നേ? വെള്ളരിക്ക. ഓക്കെ, വെള്ളരിക്ക വരാൻ പോകുന്നുണ്ട് ഗൈസ്. കമ്മിങ് സൂൺ. മക്കളെ വേഗം വായു. പിന്നെ ഇവിടെ നമ്മുടെ പച്ചമുളകാണ്. ഇതൊക്കെ പച്ചമുളകാണ്. അറിയില്ലേ, എല്ലാം പറിച്ച് തീർന്നിരിക്കുകയാണ്. ഇനിയും നമുക്ക് വേണം. ഇത് നമ്മുടെ ഞാറമരം, ഞാറക്ക. പിന്നെ ഇവിടെ നമുക്കിവിടെ സപ്പോട്ട ചിക്കു പറയില്ലേ, ചിക്കു. ഇവിടെ കുറെ വാഴകളൊക്കെ ഉണ്ട്. വാഴേൻ്റെ ഇടയിലൂടെ പോവുകയാണെങ്കിൽ ഇവിടെ ഇതാണ് ബട്ടർ ഫ്രൂട്ട്. ഞാൻ ഇപ്പം നിൽക്കുന്നത് ബട്ടർ ഫ്രൂട്ടിൻ്റെ മരത്തിൻ്റെ അടിയിലാണ് കേട്ടോ. അതാണില്ലേ. ഓക്കെ. ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ പിലാവിൻ്റെ ഒക്കെ കുറേ തയ്യലുണ്ട്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ട്രീസൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഇവിടെ മധുര നാരങ്ങയും പിന്നെ ഒരു കുഞ്ഞു പൃഥ്വിത്തൈക്ക് പിലാവിൻ്റെ കുഞ്ഞു തൈയും മധുര നാരങ്ങേൻ്റെ തൈ ഉണ്ടല്ലേ അവിടെ ഉണ്ട്. പിന്നെ ചെറുനാരങ്ങേൻ്റെ ഉണ്ട്, ലെമൺ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വന്നെത്തി നിൽക്കുന്നത് ഇവിടെ കയപ്പക്കയുടെ വള്ളികൾ നിറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കയപ്പക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കാണിച്ചു തരാം. അയ്യോ, വെയിലടിക്കുന്നേ കണ്ടില്ലേ. ഇതുപോലെ കുഞ്ഞു കയപ്പക്കകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൊട്ടിക്കസാറുണ്ട്. നിങ്ങൾ പൊട്ടിക്കൊക്കെ എന്താ പറയുക? നിങ്ങൾ ഇതിൽ പൊട്ടിക്കൊക്കെ എന്താ പറയുക? ഞാനിത് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് വരുന്നത്.
പൊട്ടിക്ക ഞാൻ കാണിച്ചു തരാം. ഇതിനെന്താ പറയുക നിങ്ങൾ കമൻറ്റിൽ പറയാട്ടോ. നമ്മൾ പൊട്ടിക്കാന്നാ പറയുക. പൊട്ടിക്ക എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെയും കാണിച്ചു തരാം. ഉണ്ടല്ലേ. പിന്നെ ഇവിടെ കുഞ്ഞൻ ചീരകൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊക്കെ ഇങ്ങനെ ഓരോ ഗ്യാപ്പിലായിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെയാണ്. പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗൈസ് ഇവിടെ പച്ചച്ചീരയും ചുവന്ന ചീരയൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, പച്ചച്ചീര ചുവന്ന ചീര. ആൻഡ് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കോട്ടപ്പയറിൻ്റെ വള്ളികളിങ്ങനെ പടർന്നു വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആണ്, വലിയ അങ്ങനെ ഒരുപാടായില്ല. ഒക്കെ ടീംസൊക്കെ ഇവിടെയാണ്. കണ്ടില്ലേ, എല്ലാം ഉണ്ടായിട്ട്. ഇവിടെ കുരുമുളക്, പെപ്പർ ഇതൊക്കെ തീർന്നോ? ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന പെപ്പർ ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായി അറിയുന്ന കാര്യങ്ങളൊക്കെയാണെന്നാലും ഞാൻ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം കേട്ടോ. ഇതാ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പെപ്പർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ജാക്ക് ഫ്രൂട്ടിൻ്റെ ട്രീസ്, മാംഗോ ട്രീസ്, ഇതൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ പപ്പായ പറിക്കൽ ചടങ്ങ്. അച്ഛനിതേ പപ്പായ പറിക്കുകയാണ് ഗൈസ്. അയ്യോ, ഇവിടെ എൻ്റെ തലയിൽ തന്നെ വീഴുവോ ദൈവമേ, എൻ്റെ അമ്മേ. അങ്ങനെ പപ്പായ വീണിരിക്കുന്നു. വീട്ടിൽ നിന്ന് തന്നെയുള്ള പപ്പായ പഴുത്ത് വരുന്നുണ്ട്. സെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതങ്ങനെ സെറ്റായി. പിന്നെ ഇവിടെ കുഞ്ഞു അമ്മക്ക് ചെടികളൊക്കെ ഉണ്ട്. നെല്ലിമരം ഉണ്ട്, വീട്ടിൻ്റെ മുന്നിൽ നെല്ലിമരം ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയില്ലേ? ഇതിനെന്താ നിങ്ങൾ പറയുക? നമ്മളിവിടെ അനന്തശയനം എന്നൊക്കെ പറയും ഇതിന്. അനന്തശയനം നിങ്ങളെന്താ പറയാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തെങ്കിലും എക്സ്ട്രാ വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അച്ഛാ, ഈ തുളസിക്ക് എന്തെങ്കിലും പറയാ? രാമതുളസി. മരമില്ലേ, റംബൂട്ടാൻ എന്നുള്ള മരമാണ് ഇത് കേട്ടോ. റംബൂട്ടാൻ്റെ മരത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ, ഓക്കെ, റംബൂട്ടാൻ മരമാണിത്. ആൻഡ് യെസ്, പൈനാപ്പിളിൻ്റെ ഇവിടെ കണ്ടില്ലേ. പൈനാപ്പിൾ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇപ്പം ഉണ്ടായിട്ട് കാണുന്നില്ല. ആൻഡ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മാവുണ്ട്. ആ മാവിൽ ഈ വർഷം ഉണ്ടായിട്ടില്ല, അടുത്ത വർഷം ഉണ്ടാവും, അങ്ങനെയാണത്. പൂത്തിട്ടുണ്ടോ? പിന്നെ നാട്ടുമാങ്ങ. ഇതേ ഈ മരം കണ്ടില്ലേ, ഇതാണ് ചെമ്പകം. ഒരു സന്ധ്യ സമയമാകുമ്പോൾ പൊൻചെമ്പകം എന്ന് പറയും ഇതിന്. ഇതൊരു സന്ധ്യ സമയമാകുമ്പോൾ ഉണ്ടല്ലോ, ഇതിലിപ്പോഴും അതിൽ പൂവുണ്ടായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ലാണ്. ഇങ്ങനെ സെറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മുള്ളൻചക്കേൻ്റെ വലിയ മരം. ഇതാണ്, ഇതിൽ അധികം ഉണ്ടാകുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലെ നെല്ലിമരം, വീട്ടിൻ്റെ മുന്നിൽ തന്നെയുള്ള നെല്ലിമരം. ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. നാടൻ കുഞ്ഞു നെല്ലിയില്ലേ, മരുന്ന് നെല്ലിക്ക, അതാണിത്. നിങ്ങളിപ്പോൾ കാണുന്നത് കഞ്ഞെണ്ണയാണ്, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളതാണ്. കഞ്ഞെണ്ണ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ എണ്ണ കാച്ചുമ്പം യൂസ് ചെയ്യുന്നതാണ് കഞ്ഞെണ്ണി. പനിക്കൂർക്കയാണ്. ഒട്ടുമിക്ക കുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പനിക്കൂർക്ക. കഫക്കെട്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ വെള്ളം കാച്ചുമ്പോൾ ഇതിൻ്റെ നീരൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങളിപ്പം കാണുന്നത് ബദാമിൻ്റെ മരമാണ്. ബദാമിൻ്റെ മരത്തിൽ ബദാം ഉണ്ടായി കഴിഞ്ഞാൽ അത് കല്ല് വെച്ച് അടിച്ച് പൊട്ടിച്ചൊക്കെ തിന്നാൻ നല്ല രസമാണ്. ചേരാൻ പോകുന്നത് ഇവിടെ മൂത്ത് ഇതെന്നാ ഇങ്ങനെ പറയാ, മാതളി നാരങ്ങ നമ്മൾ പറയും. പക്ഷേ മാതളി നാരങ്ങാന്ന് മറ്റ് ജില്ലക്കാരതിനെ വേറെ എന്തോ ഇത് ഉറുമാമ്പഴത്തിന്, പൊമഗ്രനേറ്റിനൊക്കെയാണ് മാതളി നാരങ്ങ എന്ന് പറയുന്നത്. ഈ നാരങ്ങ ഞാൻ പറയാം, ഇതിലിപ്പോൾ ഉണ്ടായിട്ട് കാണുന്നില്ല, ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ പൂജക്കൊക്കെ എടുക്കുന്ന ഒരു നാരങ്ങയില്ലേ, അതാണ് കേട്ടോ. ഇതിനെ കൊണ്ട് നല്ല പുളിങ്കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇതിനെ മാതളി നാരങ്ങനെ കൊണ്ട്. ആൻഡ് നമ്മൾ ഇവിടെ ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മഞ്ഞൾ, കുറേ മഞ്ഞളുണ്ടായിരുന്നു, അതല്ല എല്ലാം പോയി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇത് കിളക്കാനായ മഞ്ഞളാണ്. ഇവിടെ ചേമ്പുണ്ട് കേട്ടോ, ചേമ്പ്. ഓക്കെ, ഇതാണ് കണ്ടില്ലേ, ഇതാണ് ഈ
ഈ കളർ കാന്താരി ചെടി. എനിക്ക് വേറൊരു സംഭവം ഇഷ്ടമായത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മളെ വീടുകളിലുള്ള സ്ഥിരമായ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിലുള്ളതൊക്കെ അല്ലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പം ഞാനിവിടെ കാണിച്ചു തരാം. ടടാ ഈ കവിങ്ങിലുണ്ടായ അടക്ക നിങ്ങൾ കണ്ടു ഗൈസ്. പണ്ട് ഞാനിതിന് അടക്കമരം എന്നൊക്കെ പറയുമായിരുന്നു കവിങ്ങിന് കേട്ടോ. ഞാനിതിങ്ങനെ കാണിച്ചു തരാം. വെയിറ്റ്. സൂര്യൻ ചേട്ടൻ ഇവിടുന്ന് കത്തി ജ്വലിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ? ടടാൻ ചക്ക. കുരുമുളക്. ബാക്കിൽ ബാമ്പൂ ഉണ്ട് കേട്ടോ. ബാമ്പൂൻ്റെ ചെറിയൊരു ഏരിയ ഉണ്ട്. ഓക്കെ, സോ ഞാനിത് കാണിച്ചു തരാം. ഇപ്പം ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ്. പൊട്ടിക്ക. ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടിക്കക്ക് നിങ്ങൾ എന്താ പറയാന്ന്? പീച്ചിങ്ങാന്ന് പറയാ? ഇത് പീച്ചിങ്ങയാണോ? ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിന് നിങ്ങൾ എന്താ പറയാന്ന്. ആൻഡ് വെണ്ടക്ക വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വെണ്ടക്ക. ടടാ ബെൽബിക്ക. ഇത് ബിൽബിക്കൊക്കെ നിങ്ങൾ എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ബിൽബിക്ക ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഉള്ളത് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ പോയി കാണുക കേട്ടോ. അല്ലെ ഗൂഗിൾ ചെയ്യുക. ഈസി ആയതാ വെച്ചാൽ ചെയ്തു. കറിക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് അച്ചാർ. ഉപ്പിലിട്ടിട്ട് കഴിക്കാം, അച്ചാറിട്ടിട്ട് കഴിക്കാം, കറിയിലിട്ട് കഴിക്കാം, ഇതുപോലെ കടിച്ച് കഴിക്കാം, മീൻ കറിയിലിടാം. ബെസ്റ്റ് സാധനമാണ്. അച്ഛനെ വേണം അച്ഛാ. വാഴയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, വാഴ കുലച്ചിട്ടുണ്ട്. അതിൽ കൂമ്പും വാഴക്കൊലയൊക്കെ ആയിട്ടുണ്ട്. ഇതിലൊരു മെമ്മറീസ്, പണ്ടത്തെ മെമ്മറീസ് പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വാഴ കുലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കൂമ്പിൽ നിന്ന് തേനെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നൊരു ഓർമ്മയുണ്ട്. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇത് അടക്കാപ്പൂവനാണെന്നാണ് പറയുന്നത്. ശ്യാമളവേ, നിങ്ങളെ ഞാൻ വീഡിയോയിലെടുക്കണം. എൻ്റെ ഇത് ഇവിടെ അപ്പുറം ഇപ്പുറമൊക്കെ എൻ്റെ സ്വന്തം. ഇപ്പം നമ്മളെ വീട്, ഇപ്പുറം അച്ഛൻ്റെ പെങ്ങന്മാരെ വീടാണ്. അപ്പം എല്ലാം സ്വന്തം വീട് തന്നെ. അങ്ങനെ ഇതിന് വേങ്ങമരം എന്നാണ് നമ്മൾ പറയുക. നിങ്ങളെന്താണ് ഇതിന് പറയുക? കമൻറ്റ് ചെയ്യട്ടോ. ഇതിന് നമ്മൾ ജപ്പാൻ ചീര എന്നൊക്കെ പറയും. നിങ്ങൾ ഇതിനെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ വറവ്, കണ്ണൂരുകാർ വറവ് ഉണ്ടാക്കാന്ന് പറയും. വറവ് ഉണ്ടാക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉപ്പേരി എന്നൊക്കെ പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിന് നിങ്ങൾ എന്ത് പറയുന്നു, ഇതിൻ്റെ പേരെന്താണ്, നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇതിൻ്റെ പേരെന്താണ്? കമൻറ്റ് എവരിവൺ. വേണമെങ്കിൽ ടെറസിലും വളരും പനിക്കൂർക്ക. ഇത് കണ്ടില്ലേ, എൻ്റെ മൂത്തൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ പനിക്കൂർക്ക വളരുന്നത്.
വീട്ടിൽ കൂടുതൽ അടുത്ത പോലെ ഉണ്ടാവും. ഹലോ ഗൈസ്, അമ്മ പുളി തിന്നുകയാണ് ഗൈസ്. വീട്ടിലെ പുളി അല്ലേ? ആ ഇങ്ങനെ പൊളിച്ച് നോസ്റ്റ് അടിച്ച് ഗൈസ്. നോസ്റ്റ് അമ്മേ അയ്യോ ടേസ്റ്റ് നോക്കട്ടെ. പുളി 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 പുളി. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ. ഇനി വാവകൾക്കല്ലേ ഇതിന്റെ പച്ച അല്ലേ? പച്ച ഉണക്കി പൊടിച്ച് ചെത്തി പൊടിച്ചിട്ട് ഉണക്കിയിട്ടൊക്കെ കായ്പൊടി ആക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് കുഞ്ഞു വാവകൾക്ക്. ഫുഡൊക്കെ കഴിക്കുന്നതിന് ഇവരെ ഈ ചോറും ഇതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കുന്നതില്ലേ, കുറുക്ക് പോലെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. നമ്മള് നിങ്ങളെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലൊക്കെ. ഓക്കെ, ഇത് അടക്കാപ്പൂവൻ എന്ന് പറയും. ഈ ഇതിന് നമ്മളിതിങ്ങനെ കഴിച്ച് ഇത്രയാക്കി ഗൈസ്. പുട്ടിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പഴം പുട്ടിന് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. വെരി ഫ്രഷ്, സൂപ്പർ ഫ്രഷ്, സത്യം. ഇവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. എടുത്തമ്മേ. ആ അതല്ല സെറ്റാണ്. നമ്മളിന്ന് സാമ്പാറിനാക്കിയാലും ആലോചിക്കണം. ചാച്ചാ